മാനവികത പണ്ടത്തെ മായിരിപ്പങ്ങൾക്കുണ്ടോ? ഇല്ല. ആ യാത്ര നടത്തുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന മാനവികത പോലും ഇപ്പൊ യാത്ര നടത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണില്ലല്ലോ. അല്ല, നിങ്ങൾ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തി ഞങ്ങൾ പറയണ കാര്യല്ലേ. ഓരോ യാത്ര കഴിയുന്തോറുള്ള മാനവികത പോവുകയാണല്ലോ. ഇപ്പൊ ഇതിപ്പോ എന്താ സംഭവം? ഇത് സുമ്മറദ്ദനാഹു അസ്ഫല സാഫിലി എന്ന് പറഞ്ഞ മാതിരി ഇത് താഴത്തേക്ക് പോവുക. എന്താ ഇപ്പൊ ഇത് കഥ? ഓരോ യാത്ര കഴിയുന്തോറും മാനവികത ഇങ്ങനെ ചോരുക, മാനവികത ഇങ്ങനെ പോവുക. ആന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരെ മാനവികതയുടെ ഊക്കുകൾ കാണുന്നില്ലേ? ഇവിടെ ഏതൊക്കെ ആൾക്കാരുണ്ട്, ഏതൊക്കെ മതപരമായി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവരാരും ചെയ്യാത്ത പണിയല്ല. ഇവരെ മാനവികതയുടെ ആ ഉണർത്തുപാട്ടൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതും ഇവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവരെ മാനവികത എത്രമാത്രം പുലരുന്നുണ്ട്, മാനവികത പൂത്തുലയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഏതെങ്കിലും ഒരു ജനപ്രതിനിധിനെ പോയി കണ്ടിട്ട് വന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ FBയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക. ആ FBയിൽ പോസ്റ്റ് ചെയ്താൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ AP സമസ്തയുടെ മാനവികത ഇങ്ങനെ പൂത്തുലയും. പൂത്തുലഞ്ഞ് പുഷ്കിച്ച് കൊമ്പും ചില്ലൊക്കെ ആയിട്ട് ഇങ്ങനെ തിമർത്താടും അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ. ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രതിനിധിയായ ഇവിടുത്തെ പാർട്ടിയുടെ അധ്യക്ഷനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് പോയി തിരുവനന്തപുരത്തേക്ക്. സുബ്ഹാനല്ലാഹ്, അതിൻ്റെ ഫോട്ടോ ഒന്നോടുകൂടി മാനവികത കണ്ട് ഉണർന്നില്ലേ? എന്തായിരുന്നു മാനവികത? ഉഷാറുള്ള മാനവികത അല്ലേ? കേന്ദ്ര ഗവൺമെന്റിലെ മൈനോറിറ്റി വിഭാഗത്തിന്റെ പ്രതിനിധികളായ ജമാൽ സിദ്ദീഖി സാഹിബും സംഘവും ഞങ്ങളെ സാവിയ സന്ദർശിച്ചു, ശൈഖുനായ കാണാൻ വന്നു. അതിന്റെ ഫോട്ടോ പുറത്തു വന്നോടുകൂടി വരെ മാനവികത ഉണർന്നില്ലേ? ഇതൊക്കെ ചിന്തിക്കും AP കുട്ടികളെ. നിങ്ങളെ അവസ്ഥ ഞാൻ നിഷ്പക്ഷമായിട്ട് വിലയിരുത്താൻ പറയുങ്ങളോട്, നിങ്ങളെ അവസ്ഥ എന്താ? നല്ല നിങ്ങളെന്നൊന്ന് ഒന്ന് സ്വസ്ഥമായിട്ട് ഇന്ന് ചിന്തിക്കും. എന്തപ്പ ഞങ്ങൾ ഈ കാട്ടിക്കൂട്ടണത്? എന്തിനാണ് ഞങ്ങളിപ്പോൾ വരെ ഈ ചീത്ത പറയണത്? എന്തിനാണ് ഇവരെ ഈ ഫോട്ടോ, ഇവർ ഈ സന്ദർശിച്ചു വന്ന ഫോട്ടോ അവരെ FBയിൽ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ട് നമ്മളെന്തിനാണ് തീരെ സംസ്കാരം എന്നതിലെ സീന് പോലും പറയാൻ പറ്റാത്ത രൂപത്തിൽ സംസ്കാര ശൂന്യതയുടെ മകുടോദാഹരണങ്ങളായി ഞങ്ങൾ എന്തിനാ മാറിയത്? കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അബ്ദുള്ള കുട്ടി സാഹിബ് സാവിയ സന്ദർശിച്ചു. അതിന്റെ ഫോട്ടോ വന്നു. അലിയാർ തങ്ങളെ ഉറൂസിൽ മൂപ്പര് പങ്കെടുത്തു. മൂപ്പരെ FB പോസ്റ്റില് മൂപ്പര് തുടക്കത്തിൽ തന്നെ മൗലായ സല്ലി വസല്ലിം എന്നിട്ടാ തുടങ്ങണത്. ഇതിട്ടോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിൻ്റെ അടിയിലും അയാൾ ഇവിടുത്തെ ഒരു കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു പോസ്റ്റിലിരിക്കുന്ന ആളല്ലേ? അയാൾ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറഞ്ഞാൽ BJPക്കാരെ മാത്രം ഹജ്ജ് കമ്മിറ്റി ചെയർമാനാ? എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഹജ്ജ് കമ്മിറ്റി ചെയർമാനല്ലേ? അയാൾ സാവിയ സന്ദർശിച്ചാൽ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ ഫോട്ടോ അവർ പോസ്റ്റ് ചെയ്യുമ്പോൾ, അവർ FBയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് അല്ലേ AP കുട്ടികളെ നിങ്ങൾ കൊണ്ടുപോയിട്ടിടുന്ന കമാൻഡിന്റെ ഊക്കെന്താ? മാനവികത എന്താ? എന്താ നിങ്ങളെ മാനവികതയുടെ രസതന്ത്രം? എന്താ അതിൻ്റെ മനഃശാസ്ത്രം? എന്താ അതിൻ്റെ നീതിശാസ്ത്രം? അറിയാൻ വേണ്ടി ഞങ്ങൾ ചോദിക്കുക. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, സാദിഖ് അലി തങ്ങൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ടവരെ ചെന്ന് കണ്ട് മൂപ്പരായിട്ട് അഹ്സനി ഉസ്താദ് അൻവരി ഉസ്താദ് നിൽക്കണ ഫോട്ടോ അത് വന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിവിടെ കൊടപ്പനക്കൽ തറവാട്ടിലെ സാദാത്തുക്കൾ ഇക്കാലഘട്ടത്തിലുള്ള ഈ കാലഘട്ടത്തിലെ കാരണവരല്ലേ സാദിഖ് അലി തങ്ങള്. അവരൊപ്പം നിന്നൊരു ഫോട്ടോ വരുമ്പോഴത്തേന് അതിന് നിങ്ങളെന്തിനാണ്, നിങ്ങൾക്ക് ഈ മാനവികത എന്തിനങ്ങനെ പുകഴ്ത്തുന്ന സമയത്ത്? ചിന്തിക്കും കൂട്ടുകാരെ. എന്തൊക്കെ തെറിയളങ്ങൾ എഴുതി വിടുന്ന അതിൻ്റെ ഇടയിൽ. ഇപ്പൊ 2 ദിവസമായിട്ട് ഭയങ്കര ഉഷാറാണല്ലോ. കാരണം എന്താ? നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇവര് 140 മണ്ഡലങ്ങളിലും ഭരണകക്ഷിയായിരുന്ന LDF സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. എല്ലാ പ്രവർത്തകന്മാരും നിർദ്ദേശം കൊടുത്തു, നമ്മളെ നയത്തിൽ മാറ്റല്ല, നമ്മൾ ഇപ്രാവശ്യം LDFന് തന്നെ. എലക്ഷൻ വന്ന് റിസൾട്ടൊക്കെ വന്ന് നോക്കുമ്പോൾ UDF ജയിച്ചു. ചരിത്ര ഭൂരിപക്ഷം UDFന് കിട്ടി. അതിൽ പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന് സ്ഥാനം കിട്ടി. അയാളെ നിയോഗിച്ചു.
അപ്പൊ ഇവിടത്തെ ഒരു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നൊരു മന്ത്രിയല്ലേ? അപ്പൊ ഞങ്ങൾ രമേശ് ചെന്നിത്തല സാറിന് ചെന്ന് കണ്ടു. അത് വളരെ മാന്യമായ രൂപത്തിൽ ഞാൻ പറയണത്, നിങ്ങൾ ഈ മാനവികത ഈ യാത്ര ഒക്കെ നടത്തുന്നതിന് മുമ്പേ ആ രമേശ് ചെന്നിത്തലയുടെ മുമ്പിലൊക്കെ പോയി 2 ദിവസങ്ങൾ ആ ക്ലാസ്സൊക്കെ ഒന്ന് കേൾക്കി. ഒരു മാന്യമായൊരു പെരുമാറ്റം. ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയം ഉണ്ടാവും, ആശയം ഉണ്ടാവും. എത്ര മാന്യമായിട്ടാണോ പെരുമാറുന്നത്? എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി സന്ദർശിച്ച് ഞങ്ങളെ ശൈഖുനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഞങ്ങൾ പോയി സന്ദേശം എത്തിക്കാൻ പറഞ്ഞു, എത്തിച്ചു കൊടുത്തു. നമ്മളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി. മാന്യമായി അവർ സ്വീകരിച്ചു. അതിന് നിങ്ങൾക്ക് എന്തിനാണ് ഹാലളകണത്? അതിനെന്തിനാണ് ആ ഫോട്ടോ വരുമ്പോഴത്തിന് അതിൻ്റെ അടിയിൽ എന്താ നിങ്ങൾ കമന്റ് ഇടണത്? എന്താ നിങ്ങളെ മാനവികത? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞങ്ങൾ കണ്ടു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടു. മൂപ്പരും മാന്യമായിട്ട് സംസാരിച്ചു. മൂപ്പര് പറഞ്ഞു, കേട്ടിട്ടുണ്ട്, മൂപ്പരെ നമ്മൾ കണ്ടിരുന്നൊരു സ്ഥലത്ത് വെച്ചിട്ട്. ആരെ? നമ്മളെ ശൈഖുനാനെ. ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ അവിടെ ഒന്ന് വരും എന്നൊക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് നമ്മളെ ശൈഖുനായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആ ബ്രോഷറൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മളെ രംഗങ്ങളൊക്കെ കണ്ടിട്ട് മൂപ്പര് ലൈക്ക് അടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരിക. ഗംഭീര. അതൊക്കെ അവരുടെ ആ ഒരു മനുഷ്യത്താടോ അത്. എല്ലാവരെയും സമഭാവനയോടെ ആ സൂഫി വഴിയിൽ ഈ സമൂഹത്തിൽ സന്നിവേശിപ്പിക്കുന്ന ആ സന്തോഷകരമായ സാഹചര്യം അതിവിടെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ ഈ രാജ്യത്തെ മുഴുവൻ നല്ല മനുഷ്യരും പറഞ്ഞു, തീർച്ചയായും എനിക്കവിടെ വരണം. അതുപോലെ തന്നെ തദ്ദേശ സ്വയം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന KM ഷാജി, അദ്ദേഹത്തെ ഞങ്ങൾ ചെന്ന് കണ്ടു, സംസാരിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങളെ പ്രസംഗം കേൾക്കാറുണ്ട്, ഇപ്പോഴാണ് നേരിട്ട് കാണാൻ സാധിച്ചത്, സന്തോഷമുണ്ട്, പ്രാർത്ഥിക്കണം. ആന്ന്. പിന്നെ ആരൊക്കെ കണ്ടെന്ന് നിങ്ങളാട്ടങ്ങി നിങ്ങളെ ഹാലൊക്കെ എവിടെ എത്തും നോക്കട്ടെ, എന്നിട്ട് ബാക്കി നിങ്ങൾ പുറത്തുവിടാ. നിങ്ങൾക്ക് എന്തിനങ്ങനെ പേജാറ്? ഹൈ, നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താണ് ആ ഫോട്ടോയുടെ അടിയിലൊക്കെ വന്ന കമന്റ്? എന്തിനാണ് നിങ്ങൾ എന്നിട്ട് ചോദിക്കാണ്, ഏത് മശായിഖന്മാരാണ് ഇങ്ങനെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ അടുത്തേക്കൊക്കെ ആൾക്കാരെ പറഞ്ഞേക്കലെന്ന്? നിങ്ങൾ മതം പഠിക്കാത്തതിന് ഞങ്ങൾ ഉത്തരവാദികളാണോ? ഏൽപ്പിക്കാരെ ആണോ? ഏത് മശായിഖന്മാരാണെന്നോ? എല്ലാ മശായിഖന്മാരുടെയും നേതാവ്, എല്ലാ അമ്പിയാക്കളുടെയും നേതാവ്, എല്ലാ ഉലിയാക്കളുടെയും നേതാവ്, എല്ലാ സൂഫിയാക്കളുടെയും ജേതാവ്, ലോകമാനവികതയുടെ മഹോന്നത വ്യക്തിത്വം ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്ത് റസൂലാണ് ഭരണാധികാരികളുടെ അടുത്തേക്ക് അണികളെ പറഞ്ഞയച്ചത്, പ്രതിനിധികളായിട്ട്, ദൂതന്മാരായിട്ട്. ഞങ്ങളെ ശൈഖുനയുടെ പ്രതിനിധികളായി ഞങ്ങളെ ശൈഖുന പറഞ്ഞയക്കുന്നത് മശായിഖന്മാര് ചെയ്യുന്ന പ്രവൃത്തി അത് ചോദ്യം ചെയ്യാൻ വരുമ്പോ ഇസ്ലാമിന്റെ ബാലപാഠം പോലും പഠിക്കാതെയാണല്ലോ നിങ്ങൾ ഇതിനിറങ്ങിത്തിരിക്കുന്നത്. ചരിത്രം പഠിക്കണേ എൻ്റെ പഴയകാലത്തെ കൂട്ടുകാരെ. കേട്ടിട്ടില്ലേ നിങ്ങള്? ഹബീബരായ തങ്ങള് ഒരുപാട് രാജാക്കന്മാരുടെ അടുത്തേക്ക് പ്രതിനിധികളെ പറഞ്ഞയച്ചിട്ടുണ്ട്. മുഖൗഖിസ് രാജാവിന്റെ അടുത്തേക്ക് പ്രതിനിധികളെ പറഞ്ഞയച്ചിട്ടുണ്ട്. നജ്ജാശി രാജാവിന്റെ അടുത്തേക്ക് കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. ഹിർക്കൽ രാജാവിന്റെ അടുത്തേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കിസ്റ രാജാവിന്റെ അടുത്തേക്ക് പ്രതിനിധി സംഘത്തെ അയച്ചിട്ടുണ്ട്, കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ പാരമ്പര്യമാണോ മശായിഖന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് നിങ്ങൾ പഠിക്കാത്തതിന് ഞങ്ങൾ ഉത്തരവാദിയാണോ? ചരിത്രം പഠിക്കൂ എൻ്റെ പഴയകാലത്തെ കൂട്ടുകാരെ. AP സമസ്തയിലെ സൈബർ ഗുണ്ടകളായി ഞങ്ങൾ ജനപ്രതിനിധികളായ മന്ത്രിമാരെ കണ്ട് തിരിച്ചു വന്ന ഫോട്ടോ ഞങ്ങളുടെ FBയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് വന്ന് തനിച്ച തോന്നിവാസവും പച്ചത്തെറിയും മാനവികത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത പരാമർശങ്ങളും കമന്റ് ഇടുന്ന AP സമസ്തയിലെ കുഞ്ഞാടുകളെ, നിങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെ എത്രമാത്രം സാംസ്കാരികമായ അധപ്പതനമാണ് നിങ്ങളുടെ ഈ പ്രവൃത്തിയിലൂടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് ചിന്തിക്കുന്നുണ്ടോ? മുഖൗഖിസ് രാജാവിന്റെ അടുത്തേക്ക് മുത്ത് റസൂല് പ്രതിനിധിയെ പറഞ്ഞയക്കുകയാണ്.
ചെന്നപ്പോ ആ പ്രതിനിധിയെ ആ രാജാവ് സ്വീകരിക്കുകയാണ്. സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ആ പ്രതിനിധി മുത്ത് റസൂലിന് സമ്മാനം കൊടുത്തയക്കുകയാണ്. 1000 സ്വർണ്ണ നാണയം. അതുപോലെ തന്നെ മാരിയത്തുൽ ഖിബ്തിയ എന്ന് പേരുള്ള ആ അടിമ സ്ത്രീയെ മുഖൗഖിസ് രാജാവ് കൊടുത്തുവിട്ട സമ്മാനത്തിൽപ്പെട്ടതാണ്. ദുൽദുൽ എന്നറിയപ്പെടുന്ന കുതിര, അതൊക്കെ അന്ന് ഗിഫ്റ്റായിട്ട് രാജാവ് കൊടുത്തുവിട്ടതാണ്. അപ്പൊ രാജാക്കന്മാരുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ അടുത്തേക്ക് പ്രതിനിധികളെ പറഞ്ഞേക്ക് എന്നുള്ളത് റസൂലുള്ളാടെ പാരമ്പര്യമാണ്, റസൂലുള്ളാടെ മാതൃകയാണ്. ഇനിയും കേൾക്കണോ? നജ്ജാശി രാജാവിന്റെ അടുത്തേക്ക് അള്ളാഹുവിന്റെ റസൂല് പ്രതിനിധി സംഘത്തെ പറഞ്ഞയച്ചു, കത്ത് കൊടുത്തു വിട്ടു. ഞങ്ങൾ ഇപ്രാവശ്യം ബ്രോഷറായിട്ടാ പോയത്. അന്നത്തെ കത്ത്, ഇന്നത്തെ അങ്ങനെ സചിത്ര സഹിതമുള്ള സചിത്രത്തോടു കൂടെയുള്ള സംവിധാനങ്ങൾ അന്ന് മാറില്ല. ഇത് ഹൈടെക് യുഗല്ലേ. ഇത് നിങ്ങളെ കൈചെടുത്ത് നിൽക്കൂലല്ലോ ഇത് സംഭവം. പിന്നെ എന്തൊക്കെ കൊടുത്ത് നിങ്ങൾ ഒതുങ്ങിന്ന്. എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ബേജാറ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ നജ്ജാശി രാജാവിന്റെ അടുത്ത് കത്ത് കൊടുത്തയച്ചു. ആ കത്ത് കിട്ടിയപ്പോ നജ്ജാശി രാജാവ് ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കത്ത് ആദരവോടെ സ്വീകരിച്ച് ചുംബിച്ചു. മുത്ത് റസൂല് കൊടുത്തയച്ച കത്തല്ലേ, അതിനെ ചുംബിച്ചു, അതിനെ പ്രശംസിച്ചു. ഹോം മിനിസ്റ്റർ ചെയ്തില്ലേ അങ്ങനെ നോക്കിയിട്ട് ശൈഖുന നിൽക്കണ നമ്മളെ അൽ ഹളറയിലെ രംഗൊക്കെ കണ്ടപ്പോ സാർ അത് എൻ്റെ ഇപ്പോഴത്തെ വർത്തമാനകാലത്തൊരു ചിത്രമാണ്. അന്ന് നജ്ജാശി രാജാവ് ആദരവോടെ ചുംബിച്ചു. രമേശ് ചെന്നിത്തല സാർ എന്ത് ചെയ്തു? സാറാണ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അതൊക്കെ ഹബീബരായ തങ്ങൾ പഠിപ്പിച്ച പാരമ്പര്യാടോ, ആ ശൈലിയാടോ ഞങ്ങളെ ശൈഖുന ഞങ്ങളോട് സ്വീകരിക്കാൻ പറഞ്ഞത്? അതിന് നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്, വെപ്രാളപ്പെടുന്നത്? കണ്ടോങ്ങള് അങ്ങനെ ബഹുമാനപ്പെട്ട മുത്ത് റസൂലിന്റെ കത്ത് നജ്ജാശി രാജാവ് ആദരവോടെ സ്വീകരിക്കുകയും ചുംബിക്കുകയും ചെയ്തു. എത്യോപ്യയിൽ അവർ മരണപ്പെട്ടു എന്ന വാർത്ത മുത്ത് റസൂലിന് എത്തുകയാണ്. ഹബീബരായ തങ്ങൾ മുഅ്ജിസത്ത് കൊണ്ട് എത്യോപ്യയിൽ നജ്ജാശി രാജാവ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം സഹാബത്തിനോട് പറയാണ്. എല്ലാവരെയും വിളിച്ചുകൂട്ടി മസ്ജിദുൽ ഗമാമയിൽ വെച്ച് ഹബീബരായ മുത്ത് റസൂലിന്റെ നേതൃത്വത്തിൽ മറഞ്ഞ മയ്യിത്തിന് വേണ്ടിയുള്ള നിസ്കാരം നിർവഹിക്കാമെന്നതിന്റെ തെളിവായി നമ്മൾ കൊണ്ടുവരുന്ന സംഭവേദ നജ്ജാശി രാജാവ് എത്യോപ്യയിൽ മരണപ്പെട്ടപ്പോ അവരുടെ പേരിലുള്ള മയ്യിത്ത് നിസ്കാരം മക്കയിലെ മസ്ജിദുൽ ഗമാമയിൽ വെച്ച് ഹബീബരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിക്കുകയാ. നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയോ ഹിർക്കൽ രാജാവ് മദീനയിൽ വെച്ച്, മദീനയിലെ മസ്ജിദുൽ ഗമാമയിൽ വെച്ച് ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുകയാ. ആർക്ക് വേണ്ടി? നജ്ജാശി രാജാവിന് വേണ്ടി. ഇനിയോ ഹിർക്കൽ രാജാവിന് ഹബീബരായ തങ്ങൾ കത്തയക്കുന്നു. ഈ കത്തയക്കുമ്പോ അതിലെന്തള്ളു? ഇപ്പൊ ഞങ്ങളോട് ശൈഖുന പറഞ്ഞയച്ച എന്തിനാ? ഈ സൂഫി വഴികളിലൊക്കെ ഖാജാ തങ്ങള്, മമ്പുറന്തങ്ങള്, മടവൂര് ശൈഖുന, വടകര നൂറ് അവരൊക്കെ കാണിച്ചെന്ന വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന സാവിയത്തു സൂഫിയ. അത് പറയാനാ? എങ്ങനെ നിങ്ങളായിട്ട് പോയിട്ടാണ്ട് പറയല്? എടാ ചെങ്ങായിമാരെ, അള്ളാടെ റസൂല് ഹിർക്കൽ രാജാവിന് കത്തയക്കുമ്പോ എന്തായാലുള്ളത്? മുത്ത് റസൂല് അത് അവർക്ക് നിർദ്ദേശം കിട്ടിയതല്ലേ? അത് പറയും. ഹബീബരായ തങ്ങളോട് അള്ളാഹ് പറഞ്ഞു, പറയൂ തങ്ങൾ റസൂലാണ്, നാന റസൂലുള്ളാഹ്. ഹബീബരായ തങ്ങൾ പ്രസ്താവിച്ചില്ലേ? ഗൗസുൽ അവിടുത്തെ വാരിസല്ലേ? അന ശൈഖുൻ, ശൈഖാണ്, വലിയാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ തങ്ങൾ പ്രഖ്യാപിച്ചില്ലേ? അത് പ്രഖ്യാപിക്കേണ്ട സമയം വരുമ്പോ ഒരുത്തനെയും പേടിക്കൂല. നജ്ജാശി രാജാവിനുള്ള കത്തിലുള്ളത് എന്താ? മിൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി വറസൂലി ഇലാ ഹിർഖൽ അളീമിർ റൂം. ഹിർക്കൽ രാജാവിന് കത്തയക്കുക. ആരാ കത്തയക്കുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉന്നതമായ സ്ഥാനം അത് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പറഞ്ഞേക്കാണ്. ഇതുമായിട്ട് സഹാബികൾ പോകുക. എന്തൊക്കെ അവിടെ നടക്കുക? കാരണം എന്താ? പ്രസ്താവിക്കാൻ പറഞ്ഞാല്
പ്രഖ്യാപനം നടത്താൻ എന്താണോ റസൂലുള്ള നിർദ്ദേശിച്ച നിർദ്ദേശം സഹാബത്തണ്ട് അവിടെ ശിരസാവഹിക്കും. അവിടെ പോകുന്നത് ഇത്ര സുഖത്തിലൊന്നല്ലല്ലോ. ഇപ്പൊ നമ്മൾ സെക്രട്ടേറിയറ്റിൽ പോയ മാതിരിയല്ലല്ലോ. അന്ന് അവർ പോണ എന്തിനാ? ആരെടുത്ത് കൈ പോണ എന്തൊക്കെ അവിടെ സംഭവിക്കുക? തിരിച്ചു പോരാൻ പറ്റുമോ? അവിടെ നോട്ടല്ല, റസൂലുള്ള പറഞ്ഞ അത് ചെയ്തിരിക്കുക. ആയതുകൊണ്ട് എ പി കുട്ടികളോട് ഞങ്ങൾക്ക് പറയാനുള്ള എന്താ അറിയോ, നിങ്ങൾ എങ്ങനെ തലട്ട് തല്ലി നിങ്ങളെ മാനവികത, എല്ലാ മാനുഷിക മൂല്യങ്ങളും ചവിട്ടി മെതിച്ച് മാനവികതയുടെ സർവ്വസീമകളും ലംഘിച്ച് ഞങ്ങളുടെ FB-യിൽ വരുന്ന ഫോട്ടോക്ക് താഴെ ഏതൊക്കെ തെറിയഭിഷേകം നിങ്ങൾ നടത്തിയാലും ഞങ്ങളെ ശൈഖുന ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി അത് ഞങ്ങൾ ചെയ്തിരിക്കും. മുത്ത് റസൂൽ എന്തേ പറഞ്ഞത്? അത് സഹാബത്ത് ചെയ്തിരിക്കും എന്നതുപോലെ ഞങ്ങളെ മശായിഖ് എന്താണോ ഞങ്ങളോട് പറഞ്ഞത് അത് ഞങ്ങൾ ചെയ്തിരിക്കും. നിങ്ങൾ ചോദ്യം ചെയ്തിട്ട് വെറുതെ നിങ്ങളെ തൊള്ളയിലെ വെള്ളം വറ്റിക്കണ്ട, നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തണ്ട, വെറുതെ നിങ്ങളെ ഡാറ്റ നശിപ്പിക്കണ്ട, അത് കളയണ്ട, വെറുതെ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളെ കൈ മെനക്കെടുത്തണ്ട. ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഞങ്ങൾ നിർവഹിക്കും. അത് നിങ്ങളെന്തിനാ ചോദ്യം ചെയ്യണത്? ഈ സംഭവമൊക്കെ സഹീഹുൽ ബുഖാരിയുടെ തുടക്കത്തിൽ വിശാലായിട്ടില്ലേ? വിശാലമായി ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഹിർക്കൽ രാജാവിൻ്റെ അടുത്ത് പോയത്, കത്ത് കിട്ടിയ പാദരവോടെ ബഹുമാനപ്പെട്ട മുത്ത് റസൂലിന്റെ പരിശുദ്ധമായ കത്ത് ഹിർക്കൽ രാജാവ് സ്വീകരിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞെന്താ അറിയോ? എനിക്ക് ആ നബിയെ കാണാൻ ഭാഗ്യം കിട്ടിയാൽ ആ ഹബീബരായ തങ്ങളുടെ ആ നിയോഗം, ആ പ്രവാചക നിയോഗം, അത് കേട്ടതിൽ സന്തോഷമുണ്ട്. പറഞ്ഞില്ലേ ജനിത്തല ഉഷാറാണെന്ന് എന്ന് പറഞ്ഞ മാതിരി എന്താ അതിൽ ആ നിയോഗം സന്തോഷാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ നബിയെ കാണാൻ ഭാഗ്യം കിട്ടിയാൽ അവരുടെ കാൽ കഴുകിയ വെള്ളം ഞാൻ കുടിക്കും. അത് കാല് മുത്തലല്ല, കാല് കഴുകിയ വെള്ളം കുടിക്കും. മറ്റാൾ അത് പോയി, നിങ്ങൾ പിന്നെയാവുമെന്ന് വിട്ടിട്ടില്ലേ? അത് പോയി. മീൻ പൊരിക്കണ ആള് മീൻ പൊരിച്ചോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞു കഥ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കാല് കഴുകിയ വെള്ളം കുടിക്കും. ആരുടെ പ്രസ്താവന? ഹിർക്കൽ രാജാവിന്റെ പ്രസ്താവനയാണ്. ഇനിയോ എല്ലാ നിലക്കും ഹബീബരായ തങ്ങളെ മഹത്വം പറഞ്ഞു. പക്ഷേ ഇപ്പൊ ചില AP സമസ്തയിലെ ഉന്നത നേതാക്കന്മാര് കുടുങ്ങിയ കുടുക്കം പോലെ ഹിർക്കൽ രാജാവിന്റെ ഒരു ഘട്ടമുണ്ട്, ഒരവസ്ഥയുണ്ട്. എന്താണ്? ഹിർക്കൽ രാജാവിന് റസൂലുള്ളാനെ കാണാൻ വല്ലാത്ത ആഗ്രഹം. റസൂലുള്ളാഹിയുടെ പരിശുദ്ധമായ ആ വഴിയിൽ സജീവമായി മുന്നേറാൻ, ആ പരിശുദ്ധമായ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ, ആ കാലിന് ഖിദ്മത്തെടുക്കാൻ അദ്ദേഹം ആശിക്കുന്നുണ്ട്. ആ സമയത്താണ് ഒരു നേർച്ചക്കടം വീട്ടാൻ വേണ്ടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരിക ഹിർക്കൽ രാജാവ്. അവിടെ വെച്ച് കാണുന്നു ആരെ? മക്കയിൽ നിന്ന് വന്ന അബൂ സുഫിയാനെയും സംഘത്തെയും. അന്ന് അബൂ സുഫിയാൻ ഇസ്ലാമായിട്ടില്ല, മുസ്ലിമായിട്ടില്ല. പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, മനസ്സിലാക്കി. അപ്പൊ ഹബീബരായ തങ്ങളെ കുറിച്ച് കിട്ടിയ റിപ്പോർട്ട്. അപ്പൊ ഹിർക്കൽ രാജാവിനൊരു ആഗ്രഹം, ഇതൊരു ഒന്നൊന്നര മുതലാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സത്യം ഉൾക്കൊണ്ടു. അണികളൊക്കെ വിളിച്ചു. മൂപ്പർക്ക് അന്ന് പറ്റണ രൂപത്തിൽ, ഇനി നമുക്ക് മനസ്സിലാകണ ഭാഷയിൽ പറയാം, അന്നത്തെ ഒരു ചെറിയ ഓഡിറ്റോറിയം എന്ന് സങ്കല്പിക്കുക. ഒരു സ്ഥലം കണ്ടെത്തി, അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും വിളിച്ച് എല്ലാവരും ഉള്ളിലേക്ക് കയറിയെന്നുണ്ട്. ശേഷം മൂപ്പര് വാതിൽ കുറ്റിയിട്ട് വിഷയമൊക്കെ ഇങ്ങനെ പറഞ്ഞ്, നിങ്ങളൊക്കെ വിളിച്ചപ്പോൾ ഞാൻ എന്തിനാണെന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹബീബരായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചക നിയോഗത്തെ സംബന്ധിച്ച് പരാമർശിക്കുകയാണ്. അവരെന്താ പറയണത്? ഒരു റസൂല് വരുന്നൊക്കെ നമ്മളെ വേദത്തിലില്ലേ? ആ റസൂല് വന്നിട്ടുണ്ട് കേട്ടോ, അതാണ് കേട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതങ്ങണ്ട് പറഞ്ഞോരോട് സുബ്ഹാനല്ലാഹ്. ആ കൂട്ടത്തിൽ നിന്ന് ചിലവരും കണ്ട് ഹാലിളകി പേരോട് നമ്മളല്ല. അങ്ങനത്തെ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇവിടുന്ന് പുസ്തകം പറയുമ്പോൾ ചോടണമാതിരി അവിടുന്ന് എന്ത് ചെയ്തു? ഹിർക്കൽ രാജാവ് താണ്ട് പറഞ്ഞോരോട് ആകെ ജഗ പോകാം. ഇത് മാരിഫത്തുള്ള കുട്ടിയാണ്, കാര്യപ്പെട്ട ആളാണ്. ദ്വാരെന്നാൽ സ്റ്റേജും വന്ന് ഇറങ്ങുമ്പോഴത്തേന് ആവത്തേട്ടുന്ന ആളാണ്. താഴെ മകളെ കല്യാണം കാന്തപുരത്ത് നടക്കുമ്പോൾ ഒന്ന് വരി, നിങ്ങൾ ഔറാദും കാര്യങ്ങളൊക്കെ വീട്ടിലെ റൂമിൽ ശരിപ്പെടുത്തി തരാം, നിങ്ങളവിടെ ഇരുന്നാൽ മതി. നോമ്പറക്കാനുള്ള സംവിധാനമൊക്കെ അവിടെ തന്നെ ചെയ്യുക, അവിടെ റൂമിൽ ഉണ്ടായാൽ മതി. ഇതൊക്കെ പറഞ്ഞ് ആ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് വീട്ടിൽ കുത്തുബിയത്ത് നടത്തുമ്പോൾ അങ്ങോട്ട് കുരുവട്ടൂർക്ക് പേരക്കുട്ടനെ പറഞ്ഞേക്കുക. എന്നിട്ട് കുത്തുബിയത്ത് കഴിഞ്ഞിട്ടും ഭക്ഷണം കഴിക്കാതെ അവിടെ കാത്തിരിക്കുക. എന്നിട്ട് ശൈഖുന വരുമ്പോൾ, അന്ന് വരുമ്പോൾ നമ്മളുണ്ട്, ശൈഖുനയുടെ വാപ്പച്ചിണ്ട്, അതുപോലെ തന്നെ റഫീഖാദൂരുണ്ട്, അണ്ടോണസ്താദിൻ്റെ മോനും സാലിഹ് സക്കാഫി ഉണ്ട്,
ഞങ്ങളൊക്കെ കൂടി ഒരുമിച്ചാണെന്ന് കാന്തപുരത്തെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ എപി ഉസ്താദ് ഭക്ഷണം കഴിക്കാണ്ട് കാത്തിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ നേരെ ശൈഖുനാനെ കണ്ടപ്പോൾ ശൈഖുനാനും കൂട്ടിയിട്ട് റൂമിലേക്ക് പോവാണ്. പിന്നെ അടച്ചിട്ട റൂമിൽ ഹിർക്കൽ രാജാവ് ചെയ്തമാതിരി കുറ്റിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വർത്താനാണ്, ഭയങ്കര സംസാരമാണ്, വിഷയങ്ങളൊക്കെ സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കലാണ്. ഈ പരിപാടികൾ ഇതൊക്കെ അറിയാം, വിഷയങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് മോളെ കല്യാണത്തിന് എന്ത് പറയണത്, അവിടെ ഔറാദ് റൂമും കാര്യങ്ങളൊക്കെ നമ്മളവിടെ ശരിയാക്കുക, നോമ്പറക്കാനുള്ള സംവിധാനം അവിടെ ചെയ്യുക. അവിടെ ഒന്ന് മഗ്‌രിബിൻ്റെ സമയത്ത് നിങ്ങളൊന്ന് ഉണ്ടായാൽ മതി, നിക്കാഹ് ഇവിടെ നടക്കുമ്പോൾ ആ വീട്ടിൽ നിങ്ങളൊന്നും ഉണ്ടായാൽ മതി. ഇതൊക്കെ പറയുന്ന ആ മഹത്വമൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ ആലോചിക്കണം. പക്ഷേ പിന്നെ ഈ കുത്തിത്തിരിപ്പിന്റെ ആശാമാർ ഒച്ചപ്പാടുണ്ടാക്കി. ഹിർക്കൽ രാജാവ് ഇത് അങ്ങോട്ട് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് അണികളൊക്കെ കൂടി ഒച്ചുണ്ടാക്കി. അപ്പൊ പിന്നെ ഹിർക്കൽ രാജാവിന് പിടിച്ചിക്കാൻ പറ്റൂല, രാജ്യത്തിന്റെ നേതാവല്ലേ, രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലേ, പ്രശ്നാവൂലേ. ഉടനെ മൂപ്പരൊന്ന് പ്ലേറ്റ് മാറ്റി. എങ്ങനെ മാറ്റി? അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ അത് ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞ മാതിരി മൂപ്പരൊന്നര ശരിയാക്കി. എങ്ങനെ ശരിയാക്കി? ഞാൻ നിങ്ങളൊക്കെ ഈ ആദർശത്തിൽ ഉറച്ചിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയാണ്. ഞാൻ അങ്ങനെ മൂപ്പരൊപ്പം പോകണമെന്നില്ല, ഞാൻ ആ പറഞ്ഞത് ഇങ്ങനെയാണ്, അത് അങ്ങനെയല്ല എന്ന് ഹിർക്കൽ രാജാവിന് പറയേണ്ടി വന്നു. യഥാർത്ഥത്തിൽ മൂപ്പര മനസാക്ഷിക്ക് അനുകൂലമല്ല അത്, ആ പറഞ്ഞത് മനസാക്ഷിക്ക് പ്രതികൂലാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ കത്തയക്കുക, പ്രതിനിധികളെ പറഞ്ഞയക്കുക, ഈ പരിപാടികളൊക്കെ പഴയ കാലത്ത് ഉണ്ട് കൂട്ടുകാരെ, നിങ്ങൾ മനസ്സിലാക്കി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഈ പറയപ്പെട്ട രാജാക്കന്മാരൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ കത്തിനെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചുംബിക്കുകയും ചെയ്തെങ്കിൽ നിരാകരിച്ചൊരു രാജാവുണ്ട്. ആ രാജാവാണ് ഖിസ്റ രാജാവ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കത്തി എന്നപ്പോ ആ കത്ത് പിച്ചി ചീന്തി 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞു. ഹബീബരായ തങ്ങളതറിഞ്ഞു. മശായിഖന്മാരെ പ്രതിനിധികളായിട്ട് ആളുകളെ പറഞ്ഞേക്കുമ്പോ മാന്യമായ രൂപത്തിൽ സ്വീകരിക്കുന്ന ആളുകൾ, അത് പാർട്ടി നോക്കിയിട്ടല്ല, സംഘടന നോക്കിയിട്ടല്ല, മതം നോക്കിയിട്ടല്ല, ജാതി നോക്കിയിട്ടല്ല. ആൾക്കാർ ചെല്ലണ സമയത്ത് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ, അങ്ങനത്തെ ചെറിയ പരിപാടിക്കൊന്നും ഇന്നെ കിട്ടൂല എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ചെറിയ പരിപാടിക്ക് പോകാൻ പറ്റാത്ത ക്വാളിറ്റി എടുക്കണം, അത് വേറെ കാര്യം. അത് അങ്ങനല്ല. അപ്പോ നജാശി രാജാവിന്റെ അടുത്തേക്കും അതുപോലെ തന്നെ ഹിർക്കൽ രാജാവിന്റെ അടുത്തേക്കും മറ്റേ മുഖൈഖിസ് രാജാവിന്റെ അടുത്തേക്കൊക്കെ പറഞ്ഞയച്ചപ്പോൾ അവരൊക്കെ സ്വീകരിച്ചു. അതേസമയം ഖിസ്റ രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചപ്പോഴോ കത്തിപ്പിച്ച് ചീന്തി നിരാകരിച്ചു, മൈൻഡ് ചെയ്തില്ല, നിന്ദിച്ചു. ഉടനെ ഹബീബരായ തങ്ങൾ അവിടെ ഇടപെട്ടു. അങ്ങനെയാണ് ചോദിക്കും. ചെന്നിട്ട് എന്തായിരുന്നു പ്രതികരണം? അപ്പോ നല്ല തൗഫീഖുള്ളവന്റെ ഭാഗത്തുനിന്ന് നല്ല പ്രതികരണം ഉണ്ടായിട്ടുണ്ടാവും. അത് പറയുമ്പോൾ നല്ല വർത്താനം കേൾക്കും. പിടുത്തം വിട്ട രൂപത്തിലാണ് നിരാകരിച്ചു. ഖിസ്റ രാജാവിന്റെ അടുത്ത് എന്ന് നോക്കുമ്പോ കത്ത് പിച്ചി ചീന്ത ചെയ്ത് ഉടനെ റസൂലുള്ളാഹിയുടെ മുഖം മാറി, മുഖം ചുമന്നു. ഹബീബരായ തങ്ങൾ അല്ലാഹുമ്മ മസ്ഖ്ഹും കുല്ല മുമസ്ഖ്, ആ കത്ത് പിച്ചി ചീന്തിയതുപോലെ അവനെയും ചീന്തിയിരിക്കുന്നു. അത് പെട്ടെന്ന് കഴിയും. അങ്ങനൊക്കെ പറയാൻ പറ്റുമോ? അതങ്ങനെയാണ്. നേതാവാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. മാതൃകയാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. മാന്യമായി നിന്നാൽ എല്ലാവർക്കും നല്ലത്. പിടുത്തം വിട്ടാലോ സഡൻലി ആക്ഷൻ ഉണ്ടാവും. ഉണ്ടായി. പിച്ചി ചീന്തി, കത്ത് പിച്ചി ചീന്തി പറഞ്ഞവൻ എന്നാ ഓനും പിച്ചി ചീന്തിക്കോട്ടെ. 3 കൊല്ലം കഴിയുമ്പോഴത്തേന് എന്തേ സംഭവം ഉണ്ടായത്? 3 കൊല്ലം കഴിയുമ്പോഴേക്ക് മത്സരിച്ച് തോറ്റ് ആ മാതിരിയല്ല. അപ്പൊ അതിനേക്കാളും പ്രശ്നമായി. കാരണം എന്താ? ആ അണികൾക്കിടയിൽ ഛിദ്രത, പരസ്പരം തമ്മിൽ തല്ല്, രാജ്യത്ത് ഛിദ്രത, ആളുകൾ അണികൾക്കിടയിൽ കുട്ടിച്ചോറായി പരസ്പരം തല്ലിപ്പിരിഞ്ഞു.